ഓക്കെ, ഇപ്പൊ നമ്മള് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പ്യൂട്ടർ ആസ് ബോത്ത് ടൂൾ ആൻഡ് ടാർഗറ്റ് വരെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചത്. അതായത് കമ്പ്യൂട്ടറിനെ ക്രൈമിന് വേണ്ടി എടുക്കുമ്പോൾ ഇറ്റ് ക്യാൻ ആക്ട് ബോത്ത് ആസ് എ ടൂൾ ആൻഡ് ടാർഗറ്റ്, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ടൂൾ, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ടാർഗറ്റ്, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ സ്റ്റോറേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അതിന്റെ എക്സാമ്പിളും പറയുക, ഓർത്തിരിക്കുക. അടുത്തത് ദ കോസസ് ഓർ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു കമ്പ്യൂട്ടർ ക്രൈം. അതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, വൈ ദ കമ്പ്യൂട്ടർ ക്രൈം, വൈ കമ്പ്യൂട്ടേഴ്സ് ആർ ചോസൺ ആസ് ദ എന്താണ് ചോസൺ ഫോർ ആസ് എ ക്രൈം ഡൂയിങ് തിങ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഓൺലൈനിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബേസിക്കലി സൈബർ ക്രിമിനൽസ് ചെയ്യുന്നത്, ഇത് എന്തിനാ ചെയ്യുന്നത്? ഫോർ ഗെറ്റിംഗ് ലാർജ് അമൗണ്ട്സ് ഓഫ് മണി. ദെൻ they usually target wealthy people like bank, casino, financial firm, where huge money transaction happen daily. അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, മണി ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് ക്യാച്ചിങ് സൈബർ ക്രിമിനൽസ് ഈസ് ഡിഫിക്കൾട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവരെ കിട്ടാനും പാടാണ്. നമ്മൾ തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പം നമുക്ക് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മണി. ദെൻ ദേ ഫോക്കസ് ഓൺ casinos, banks, etc. And also they know it is very difficult to find the criminals. These are some of the factors contribute to the crime. And then why the computer systems are easy target? Why the computer systems are easy target? എന്തുകൊണ്ടാണ് ഇത് it is contributing to the crime എന്നാണ് ഉദ്ദേശിക്കുന്നത്. Because of the easy access. പെട്ടെന്ന് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ്. അറിയാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി, നമ്മുടെ പ്രൈവസിയിൽ ഇരിക്കാം. ക്രിമിനൽസിന്റെ പ്രൈവസിയിൽ ഇരുന്നുകൊണ്ട് വേറെ കമ്പ്യൂട്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യാം. Then there are so many methods by which you can access the data, like fake voice. ഇപ്പൊ നമുക്ക് കുറെ ആപ്പുകളുണ്ട്, നമ്മൾ വേറൊരാളുടെ വോയിസിലേക്ക് നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്യാൻ. അപ്പൊ ഏതെങ്കിലും ഒരു വോയിസ് യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സീക്രട്ട് കോഡാണ് നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ പാസ്വേഡ് ഒന്ന് ആണെങ്കിൽ, you can change the voice to that particular person and use that voice to crack the system. Then there are so many tools to bypass the firewalls, and there are, പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ കമ്പ്യൂട്ടറിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഫയർവാൾ ഉണ്ടാവും. ഫയർവാൾസിനെ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഫയർവാൾസിനെ ക്രാക്ക് ചെയ്യാനുള്ള methods are there. There are so many tools to bypass the firewalls. Then you can store the code, so many things. That is why it is easy to access the point. Then there are large amount of data stored. Then the complexity of the systems can be cracked by the people, because it has been made by the human itself with million lines of code. Then the hackers, then they know there are so many loopholes in between these millions of lines of code. So the hackers take advantage of these weakness and they gain access to attack the system. And there are large amount of data which is stored in small space. Computers can store a large amount of data, and accessing this data through the computers is very easy, and also they can get into a large amount of data. Then one more thing is the negligence of the people itself, because we make passwords which are very easy to crack. The
passwords made by us usually follow a general format. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പാസ്വേഡ് ഇടാൻ പറഞ്ഞാൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഒരു കോമൺ പാസ്വേഡ് ഉണ്ട് ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച്. The crackers know that and they will try to use all these ideas like 1 2 3 4 1 2 3 4 5 6 1 2 3 4 5 6 7 അല്ലെങ്കിൽ പേരിന്റെ കൂടെ 1 2 3 @ ഇട്ട് 1 2 3 @ ഇട്ട് ഇയർ അങ്ങനെ there are so many common weak passwords according to the crackers, and they will try out all these. Some of them will hit into it and then you can enter into the system. That is one method. Then loss of evidence. Then digital data can be easily deleted, hidden, it can be modified, destroyed. Then what are the strategies for preventing computer crime? അപ്പോൾ നമുക്കറിയാം why the computer is a factor, because there are large amount of data, then it stores large amount of data, പിന്നെ computers are easy to access, അതൊക്കെ നമ്മൾ പഠിച്ചു. Then there are so many factors affecting the computer crime. Why the factors, why the computer is chosen as the, why computer is come into target, why it is so, അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. Then we are looking on to what are the strategies for preventing this computer crime. There are two major strategies. One is systematic approach and second is a legal deterrent. Systematic approach means even this approach is focusing on the system, organization and international cooperation, because the systems are communicating worldwide, and the borders are crossed across the countries, and the communications between the computers across the borders. So we have to take care of this international cooperation and also the organization. Then strong international cooperation is required. Between the countries, we need to sign some treaty for the law to be preserved across the world. We need to follow a common law, because we know in our country we follow one law, and in another country we are following another law. So based on that, we need to have a common basic layout or common approach for this tackling this kind of crime. Then there should be a clear guideline and rule for computer security, and the security manuals is mandatory. എല്ലായിടത്തും ഒരു കോമൺ ആയിട്ടുള്ള security manuals ഒക്കെ പ്രൊവൈഡ് ചെയ്യും, and we have to follow these laws strictly. Then organizations should be required to mention in their mutual annual report, and they follow proper information security practice. അതായത് പ്രോപ്പർ ഡിസിപ്ലിൻ ആണ് ശരിക്കും നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that നമ്മൾ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ if there is a discipline and if there is a strict follow-up of the rules and regulations, if something goes wrong, it is easy to find out where it went wrong and it is easy to patch up. അതുപോലെയാണ് ശരിക്കും ഈ കേസിൽ. Even though it is very difficult to follow, the basic thing is we need to have a common rule and regulation. We need to have some global solution. We need to have an international cooperation. Then countries should collaborate and share informations, and there should be clear guidelines and rules, and there should be security manuals, and organizations should properly follow the security practices. Then comes the legal deterrence. Clearly separate the activities that are legal and criminal. Computer ethics പഠിക്കുന്നതിന്റെ ഉപയോഗം തന്നെ അതാണല്ലോ. We need to follow the ethics. When it is not followed, it becomes illegal. അതാണ്. So update the approach should focus on strengthening the law and the legal process. Legal activities and criminal activities should be
separated, and the national criminal laws should be updated based on international standards. അപ്പൊ ഈ നമ്മൾ ഈ ലോ എന്ന് പറയുമ്പം പണ്ട് മുതലേ ഉള്ള ഒരു അൺസിട്രാൽ എന്ന് പറഞ്ഞൊരു ലോ നമ്മൾ ആദ്യമേ പറഞ്ഞു തുടങ്ങിയായിരുന്നു. ആ ലോയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ലോയിലേക്ക് കമ്പ്യൂട്ടറിന്റെ യൂസ് വന്നിടം മുതൽ, അതായത് 2000 മുതലാണ് ഇന്റർനാഷണൽ IT ആക്ട് വന്നത്. ആ ആക്ട് ഇതിലത്തേക്ക് പെടുത്തിയത് എപ്പോഴാ? ഇതിന്റെ അകത്തേക്ക് നമ്മൾ മെർജ് ചെയ്യുക ചെയ്യുന്ന when new criminal activities arise, new laws are updated and ensure strong and effective prosecution, then proper procedures for investigating the computer crime. അതുകൊണ്ടാണ് നമ്മൾക്ക് സൈബർ വിങ്ങും സെക്യൂരിറ്റി വിങ്ങും ഒക്കെ ഉള്ളത്. ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then guidelines should be clearly explain the procedures like searching premises, seizing documents, responsibility of the witness, handling electronic devices. Then since the cybercrime keeps changing rapidly, India should adopt the rules and classifications suggested by ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. ബാക്കി എന്തെങ്കിലും ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, OECD, OCDയുടെ പുറകെ ഒരു OEയും കൂടെ ചേർത്താൽ മതി. അവരൊക്കെയാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സൈബർ ക്രൈമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി വരുന്നത് കുറച്ച് ആക്ടുകളൊക്കെയാണ് കേട്ടോ. നമ്മൾ IPC എന്നൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ IT ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറെ ലോസ് ആണ്. IPC 1860 with the 23 chapters are there. Then we came upon IT Act. ഇതൊക്കെയാണ് IPC sections നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെക്ഷൻസ് ആ. 167, 72, 73, 75 ആണ് ഒഫൻസ് അഗെയിൻസ്റ്റ് പബ്ലിക് സെർവന്റിന്റെ അടിയിൽ വരുന്ന. പിന്നെ നമ്മൾ ടാമ്പറിംഗ് ഓഫ് ദ ഡേറ്റയ്ക്ക് 489, 400-ലും 100-സിലും ആയിട്ടാണ് കൂടുതൽ റൂൾസ് വരുന്നത്. നമ്മുടെ ഫോർജറിക്ക് ഉണ്ട് ഒരു സെക്ഷൻ, ഇലക്ട്രോണിക് ഡിവൈസിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതിന്, ഫോൾസ് ഇലക്ട്രോണിക് ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് എല്ലാ സെക്ഷൻസും നമുക്ക് കമ്പൈൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ നമുക്കറിയാലോ സിനിമയിലൊക്കെ കാണുന്ന പോലെ പല 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 സെക്ഷൻസ് പല തെറ്റുകൾക്കുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് അതനുസരിച്ച് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കും. ഇലക്ട്രോണിക് റെക്കോർഡ് 29A ഇലക്ട്രോണിക് റെക്കോർഡ്, 463 ഫോർജറി. ദെൻ ഫോർജറി എന്താന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ്. 464 ആണ് വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് ഫോർജറി. 499 ആണ് ഡിഫേമേഷൻ. ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേക്കും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് അത് എഴുതണം. കൂടുതലായിട്ടൊന്നും ഇതിനകത്ത് പറയാനില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. Why we are going for the cyber law? What is the need for cyber law? It is widely used for social media, online. ചോദിച്ചോ. നിങ്ങൾ ഡൗട്ട് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഉത്തരം പറയേണ്ടി വരും. പറഞ്ഞോ. ഈ IPC എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇല്ല, നമ്മള് അതിന് പകരം എന്താ പറയുക? അത് BNS, ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞ ഒരു പുതിയ സാധനമാണ്. IPC പറയൂല? ഇല്ല, IPC പറയില്ല. IPC അതൊക്കെ IPC പഴയ. ഇപ്പൊ ഇന്ത്യ മറ്റേ ഭാരത് എന്നാക്കിയതുപോലെ പുതിയ റൂളാണ് IPC അല്ല ഇപ്പൊ. അതായത് ഭാരതീയ ന്യായ സംഹിത. അതൊരു ചോദ്യമാണ് കേട്ടോ. IPC എന്ന് എഴുതണോ? പറഞ്ഞോ. ഈ പേപ്പറിന്റെ വാല്യുവേഷൻ ഇന്റേണൽ വാല്യുവേഷൻ ആണോ എക്സ്റ്റേണൽ വാല്യുവേഷൻ ആണോ? എക്സ്റ്റേണൽ അല്ലേ? ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ല. പക്ഷേ വാല്യുവേഷൻ വരുമ്പം അല്ല, ഈ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഏത് വാല്യുവേഷൻ വരുമ്പോ
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് IPC ആയതുകൊണ്ട് IPC എഴുതുന്നോണ്ട് നിങ്ങൾക്ക് തെറ്റ് വരൂല. കാര്യം ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് എടുത്തിരിക്കുന്ന ഡേറ്റ അല്ലേ ഇത്, നമുക്ക് പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന്. അല്ലെങ്കിൽ പറയണം. പഠിക്കുന്നത് പ്രൊഫഷണൽ ആവാൻ വേണ്ടിയല്ല. അപ്പൊ ഈ ആക്ട് വന്നു കഴിഞ്ഞപ്പോ കുറെ റൂൾസിന്റെ നമ്പറുകളിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ നമ്പറുകളാണ് വേരിയേഷൻ? അതാ ഞാൻ വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. നമ്പറുകളിൽ വ്യത്യാസമുണ്ട്, ക്ലോസുകളിൽ വ്യത്യാസമുണ്ട്, അതിന്റെ കണ്ടന്റിൽ വ്യത്യാസമുണ്ട്. ഒരുപാട് മോഡിഫിക്കേഷൻസ് അവർ കൊണ്ടുവന്നുണ്ട്. ഇത് ഞാൻ ഒരു കാര്യം ഇതിന്റെ സിലബസ് ഇട്ട ആളെ നമ്മുടെ കോളേജിലെ തന്നെ ഒരു മിസ്സാ. ഞാൻ വേണമെങ്കിൽ ആ മിസ്സിനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അപ്പൊ ആ മിസ് ചിലപ്പോ ഞങ്ങളുടെ ചോദ്യം പ്യൂർലി എക്സാം ഓറിയന്റഡ് ആണ്. എക്സാമിന് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റും, അത് മാത്രം. ബാക്കി റൂൾസ് ഓക്കെ, നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓക്കെ, അത് പ്രശ്നമല്ല, അത് നമ്മൾ ഡീൽ ചെയ്യും. എക്സാമിന് എന്ത് ചെയ്യണമെന്ന് മാത്രം ഗൈഡ് ചെയ്യണം. ഞാൻ ചോദിക്കാം അത്. അപ്പൊ എന്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്, നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റിക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പം എന്താണോ നമ്മൾ ടെക്സ്റ്റിലുള്ളത് അത് ഫോളോ ചെയ്യാനാണ് പതിവ്. അപ്പൊ ഇത് നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ടെക്സ്റ്റിനകത്ത് പഴയ ടെക്സ്റ്റ് അല്ലേ, ഈ സിലബസ് ഇടാൻ യൂസ് ചെയ്ത ടെക്സ്റ്റ് ആണല്ലോ. അതെ, സിലബസ് ഇടുമ്പോൾ ഉണ്ടാവില്ല. കാരണം ഈ വർഷം മുതലാണ് അത് മാറിയത്. ഈ വർഷം മുതലാണ് ആ പേരുകൾ മാറിയിട്ട് വന്നത്. പഴയ, അതായത് നിയമം അനുസരിച്ച് പുതിയ നിയമം വന്നതിന് ശേഷം ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള കേസുകൾ മാത്രമാണ് BNS-ലേക്ക് കൺവേർട്ട് ആവുന്നത്. അതിന് മുമ്പുള്ള കേസുകൾ ഇപ്പോഴും IPC CRPC വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷെ അതിന് ആ നിയമം വന്ന് ഇനിയിപ്പോ ഇന്ന് നമ്മളൊരു കേസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് BNS വെച്ചിട്ടാണ് ചാർജ് ചെയ്യുക. ഞങ്ങൾ എക്സാം എഴുതുമ്പോ അത് നിങ്ങൾ ടെൻഷൻ ആക്കണ്ട. എന്റെ ഒരു അറിവിൽ എനിക്ക് ഞങ്ങൾ സാധാരണ ചെയ്യൽ അങ്ങനെയാണ്. ഇത് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം, എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണതേ. ചോദിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയാണ്. അപ്പൊ IPC വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതിനകത്ത് ഫുള്ള് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം എങ്ങനെയാണ്, പുതിയത് വെച്ചിട്ട് എഴുതണോ പഴയത് വെച്ച് എഴുതണോ എന്നുള്ളത് ചോദിക്കാം. IPC CRPC മാത്രമേ മാറിയിട്ടുള്ളൂ. IT ആക്ട് ഒക്കെ അതുപോലെ തന്നെയാണ്. ഒന്നുകൂടെ പറ. IPC CRPC CRPC നമ്മൾ പറഞ്ഞോ? CRPC വരാൻ സാധ്യതയില്ല. അത് കേട്ടില്ല. നമ്മൾ പറഞ്ഞ മുഴുവൻ IPC അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇതൊക്കെ സെക്ഷൻസ് ഒക്കെ മാറും അല്ലേ? വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ രണ്ടാമത് വെരിഫൈ ചെയ്യേണ്ടി വരും. കുറച്ച് സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഞാൻ ചെയ്യാം. മനസ്സിലായി. ചെയ്യാട്ടോ, അത് ചെയ്യാം. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും കുറച്ചും കൂടെ പറഞ്ഞ. അതുകൊണ്ട് പാസ്സാവുന്ന കാര്യം വിഷമിക്കണ്ട. ഇത് ഒരേ കാര്യം എനിക്ക് വായിച്ചോളം എനിക്ക് മനസ്സിലായത് ഒരേ കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ എഴുതി വെക്കണം എന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, ഇത് കണ്ടന്റ് കുറെ ഉണ്ടാവണം. കണ്ടന്റ് എഴുതി വെക്കണം. അല്ല, ഈ ഞാൻ ചോദിച്ച പോലെ ഒരു ടോട്ടൽ ഒരാളാണ് ആ പേപ്പർ വാല്യൂ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഇത് നമ്മളിപ്പോ ആദ്യമായിട്ടാണ് ഈ ഒരു സബ്ജക്ട് കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്നത്. സൈബർ എത്തിക്സ് എന്നും പറഞ്ഞിട്ടുള്ള സബ്ജക്ട് നമ്മൾ അങ്ങനെ ഇത്ര ഡീറ്റെയിൽ ചെയ്തിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. സൈബർ ക്രൈം എന്നൊക്കെ പറഞ്ഞ് നമ്മള് മറ്റേതല്ലാതെ പറഞ്ഞു പോകുന്നല്ലാതെ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഞങ്ങളുടെ അവിടുത്തെ ഒരു മിസ്സാ ഇട്ടതേ സിലബസ്. പുള്ളിക്കാരത്തി അപ്പൊ ഇപ്പൊ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ മിസ്സിനോടൊന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കാം. ഇപ്പൊ ഇതിനകത്ത് പറയുന്നല്ല IPC ആണ്. അപ്പം ചേഞ്ചസ് ഇടണോ, പരീക്ഷ എഴുതുമ്പോ എങ്ങനെ എഴുതണം എന്നൊക്കെ ഉള്ളത് ഒന്നുകൂടെ ചോദിച്ചു.
ഇനി നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് വി ആർ മൂവിങ് ഓൺ ടു വാട്ട് ഈസ് ദ നീഡ് ഫോർ ഇന്ത്യൻ സൈബർ ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, ഇ കോമേഴ്സ്, ഇ ഗവേണൻസ് എല്ലാം ഇപ്പം സൈബർ ഓൺലൈൻ ആയിട്ടാണ് എല്ലാ ട്രാൻസാക്ഷൻസും. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിപ്പോർട്ടാണ് IMRB വെച്ചിട്ടുള്ള റിപ്പോർട്ട്. there are 2018 റിപ്പോർട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് 566 million. Then it changed to 2000 in 2019 it upgraded to, അല്ലെങ്കിൽ it increased to 627 users. Then 251 million users. The rural area there is 25% increase, that is 251 million users expected to become 290 million by 2009. ഇതെല്ലാം ബൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സമയത്തുള്ള ബുക്ക് ആയതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞ ബൈ ഇനിയുള്ളതിനെ പറ്റിയല്ല പറയുന്നത്, ആ സമയത്ത് ഇറ്റ് വാസ് ദ കേസ് ഹിയർ. ദെൻ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ when the internet usage is increasing, cyber crime naturally is also increasing. Even traditional crimes now involve technology. അതായത് using mobile phone location, then CCTV footage, email, chat, digital trail, these are all used as evidence. Okay. Then why അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ, ആദ്യം നമ്മൾ ലോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ സൈബർ റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് ഒന്നും ആഡഡ് ആയിരുന്നില്ല. ആ സമയത്തുള്ള ലോസ് അനുസരിച്ച് ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ടു ഹാൻഡിൽ ദീസ് കേസസ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് അപ്ഡേറ്റഡ് ഓർ ചേഞ്ച്ഡ് ടു ന്യൂ ലോ. And because there were computers were not involved in the crime, mobile phones, internet, digital transactions, cyber evidence were not at all important in that time. So now it is fully online. So we have to have some new laws to handle this digital era. Why cyber law is needed? Because business people, individuals are using computers, people are using email, mobile phone, social media, everything related to online. അതായത് people are common people and also business people are using the network, computers, and we are making use of the emails, mobile phones, the social media. They're all platform for cyber crime. Online payment, then online payments, then e-governance, like filing income tax return, applying for services are all done online, which was done physically years before. Then digital signature and e-contract are replacing the paper based process. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർത്തിരുന്നിട്ട് these points can be used to എന്താണ് expand ഈ ഇതൊക്കെ. ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ ട്രേഡിംഗ്, ഫിഷിംഗ്, ഹാക്കിംഗ്, വൈറസ്, സോഴ്സ് കോഡ് ത്രെഫ്റ്റ്, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഡെബിറ്റ് കാർഡ് ഫ്രോഡ്, സൈബർ സാബറ്റേജ്, ഡിനയൽ ഓഫ് സർവീസ്, ഇമെയിൽ ഹൈജാക്കിംഗ്, ഇതെല്ലാം ഡിജിറ്റൽ ആക്ടിവിറ്റി സൈബർ ക്രൈമിനകത്ത് വരുന്നതാണ്. ഈവൻ ഇൻ ട്രഡീഷണൽ ക്രൈം, അതായത് മർഡർ, കിഡ്നാപ്പിംഗ്, ഇവിടെ എല്ലാം again computer and mobile phones are taken as evidence. So എന്ത് കാര്യം വേണമെങ്കിലും നമുക്കിപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാമെന്നാണ് ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we need strong laws to handle these new types of crime. Then we need to validate the electronic transaction which support the online business and governance and ensure the safe use of technology. ഇവിടെ എല്ലാം Information Technology Act 2000 was created to fill this gap and provide a legal framework for the digital world. അത്രയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിന്റെ ഒരു 75%. ഇനി 25% ആണ് സൈബർ സ്പേസ്, വെബ് സ്പേസ്, വെബ് ഹോസ്റ്റിംഗ്, വെബ് ഡെവലപ്മെന്റ് എഗ്രിമെന്റ്, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൊമൈൻ നെയിംസ്, ഇന്റർനെറ്റ് ആസ് എ ടൂൾ ഫോർ ഗ്ലോബൽ ആക്സസ്. സൈബർ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ആദ്യം. ഇറ്റ് ഈസ് ആക്ച്വലി എ വെർച്വൽ എൻവയോൺമെന്റ്, വെർച്വൽ കമ്പ്യൂട്ടർ വേൾഡ്
which include the laptop, the mobile phones, etc., which is connected through the network. So the network is also included, and these all work under a protocol or a tool, protocol or some rule which is known as TCP/IP. TCP/IP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇവരുടെ കണക്ഷനും ഇവരുടെ കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുന്നത്. അപ്പൊ സൈബർ സ്പേസിനകത്ത്, സൈബർ സ്പേസ് എന്ന് കൊണ്ട് നമ്മൾ ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്ന ദാറ്റ് വെർച്വൽ എൻവയോൺമെന്റ് which includes these computers, the network and the protocol. And there are it provides an interactive environment which is virtual, and it includes large amount of participants. So many participants are there which is in this network communicating each other, and it helps to share the information. They interact with each other, they swap idea, they play games, they engage in discussion, social forum, they conduct business, they create idea in then among many other activities. So many things, everything is actually done using this online platform. That is why the cyberspace term is very popular. Then there is a difference. This table is showing a difference between the cyberspace and the physical world. പണ്ട് എന്തൊക്കെയായിരുന്നു? നേച്ചർ എന്ന് പറയുന്നത് സൈബർ സ്പേസിൽ വെർച്വൽ ആണെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ ഫിസിക്കൽ വേൾഡ് ടാഞ്ചിബിൾ തൊടാൻ പറ്റുന്നത്, മറ്റേത് വെർച്വൽ ആണ്, ഡിജിറ്റൽ ആയിട്ടാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ഇന്റർനെറ്റും ആണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ എൻവയോൺമെന്റ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എല്ലാം ഇമെയിലും മെസ്സേജും സോഷ്യൽ മീഡിയയും ഒക്കെ വഴിയാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് മുഖത്തോട് മുഖം, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന തന്നെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മളൊരു സൈബർ സ്പേസിന്റെ ഒരു ഏരിയ യൂസ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുവാണ്. കോമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസാക്ഷൻ എന്നൊക്കെ പറയുന്നത് നേരത്തെ കാശ് കൊടുക്കുന്നത്, ഇപ്പൊ അതൊക്കെ നല്ലോണം കുറഞ്ഞു, എല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയിട്ട് മാറി. ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ ഇന്ററാക്ഷൻ ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ എന്താണ് ഇലക്ട്രോണിക് ഡിവൈസസും ഒക്കെ ആയിട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്. മറ്റേത് ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് ടെക്നോളജിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോ നേരത്തെ ടെക്നോളജിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ടെക്നോളജി ആവശ്യമായിട്ടുണ്ട്. ടെക്നോളജിയുടെ ബേസിസിലാണ് എന്താണ് ആക്സസ് നടത്തുന്നത്. ഓരോ ടെക്നോളജി ഇപ്പം ടെക്നോളജി 5.0 അല്ലേ, ഇപ്പൊ അതല്ലേ ലേറ്റസ്റ്റ് ടെക്നോളജി 5.0. എന്താ പറ്റിയപ്പാ? ഇല്ല, ആണോ? കേക്കാവോ പിള്ളേരെ? കേക്കാം. അതെ. അപ്പൊ ഇത് ഇൻഡസ്ട്രി 5.0 എന്നൊക്കെ പറയുന്നത്, ഇൻഡസ്ട്രി അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാമോ? ഇടയ്ക്ക് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളും കൂടെ പറയുവാണെങ്കിൽ അതും ഇതുമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചു നേരം സമയം പോവും. പറയാനില്ല, പറയുന്നുണ്ടോ? ഓക്കെ, അത് അടുത്ത ദിവസത്തേക്ക് വയ്ക്കാം. എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയണം കേട്ടോ. കാര്യം നമ്മള് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യുക. പ്രസൻസ്, അവതാർ, ഫിസിക്കൽ പ്രസൻസ്, ഡിഫറൻസ്, റെഗുലേഷൻ, ഡിജിറ്റൽ ലോ, ഫിസിക്കൽ ലോ, എൻവയോൺമെന്റ്, നാച്ചുറൽ, മറ്റേത് ഡിജിറ്റൽ, എക്കോ സിസ്റ്റം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. കമ്പോണൻസ് ഓഫ് സൈബർ സ്പേസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഈസ് ദെയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ഈസ് ദെയർ. ഇപ്പൊ നെറ്റ്വർക്കിനെ പറ്റി നിങ്ങൾക്ക് എന്താണെങ്കിലും എഴുതാം, ലാൻ, മാൻ, വാൻ, അതിനെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ എഴുതാം കേട്ടോ. അതൊക്കെ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യാം, കേബിൾ യൂസ് ചെയ്യാം, വയർലെസ് സിഗ്നൽസ് യൂസ് ചെയ്യാം, സ്വിച്ചിങ് നോട്ട്സ് യൂസ് ചെയ്യാം, നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പം നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ ഈ പറയുന്ന പോലെയാ. ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ, പശുവിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പശുവിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയും. ഇപ്പൊ നെറ്റ്വർക്കിനെയൊക്കെ പറ്റി നമുക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്, അതൊക്കെ കുറെയൊക്കെ അവിടെ എഴുതി വെക്കാം. ഇന്റർനെറ്റ് ഇവിടെ ഏറ്റവും നല്ലോണം എഴുതാൻ പറ്റുന്നതാണ്. അതായത് കുറേ പോയിന്റ്സ് എഴുതി വെക്കാം, പാസ്സായി പൊക്കോളും.
Internet is a component of the cyberspace. Communication, sharing information, online business, entertainment, website, email, social media, online game, app, ഇതൊക്കെ നമുക്ക് ഇന്റർനെറ്റ് റിലേറ്റ് ചെയ്ത് പറയാം, which is part of a cyberspace. Then data. ഒരുപാട് ഡേറ്റ ഉള്ള സമയമാണ്. ഇപ്പൊ എന്തൊക്കെ ടൈപ്പ് ഡേറ്റ ആണെന്നുള്ളത് പറയാം. ടെക്സ്റ്റ് ഇസ് ദെയർ, ഇമേജ് ഇസ് ദെയർ, വീഡിയോ ഇസ് ദെയർ, ഓഡിയോ ഇസ് ദെയർ, documents are there. Everything comes under large amount of data in different format. Okay, digital platform, there are so many digital platforms, social media, search engine, cloud storage, online market, everything. We are all the interactions are taking place through online, and we are in the digital environment. Then what are the features of the cyberspace? It exists electronically, not physically, and it includes the computers, network, servers, online platform. Support activities like communication, social media, gaming, banking, e-commerce. Accessible from anywhere globally. സൈബർ സ്പേസിൽ നിന്ന് നമ്മൾ വെബ് സ്പേസിലേക്ക് മൂവ് ചെയ്യാണ്. വെബ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ സൈബർ സ്പേസിന്റെ ഒരു ഭാഗമാണ് വെബ് സ്പേസ്. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റർനെറ്റ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇവരെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡേറ്റ സ്റ്റോറേജ്. നമ്മുടെ ഡേറ്റയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ഡേറ്റ ഇതിന്റെ സൈബർ സ്പേസിനകത്ത് വരുന്നത്. അപ്പൊ ഈ ഡേറ്റേനെ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ ഈ സ്റ്റോറേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സൈബർ സ്പേസിന്റെ ഒരു ഭാഗമാണ് വെബ് സ്പേസ്. നമുക്കറിയാം, there are a huge amount of data. There is large amount of data which need to be stored somewhere in servers, and the web space is such kind. It is also known as the storage space or disk space, which refers to the amount of space on a web server and is allocated to website owners by web hosting companies. അപ്പോൾ ഈ വെബ്സൈറ്റിന്റെ ഓണേഴ്സിന് അവർക്ക് കുറേ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ സ്റ്റോറേജ് സ്പേസ് നമ്മൾ വെബ്സൈറ്റ് ഓണേഴ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ആര് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും? വെബ് ഹോസ്റ്റിംഗ് ചെയ്യുന്ന കമ്പനീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ആ സ്പേസ് ആണ് നമ്മുടെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്താ ഉള്ളത്? ടെക്സ്റ്റ് ഫയൽസ്, ഇമേജസ്, ഈ ഡേറ്റ ഫുള്ളും എന്തൊക്കെ ടൈപ്പ് ഡേറ്റ ഉണ്ടോ ആ ഡേറ്റകളെല്ലാം നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. സെർച്ച് എഞ്ചിൻ, വെബ്സൈറ്റ്, വെബ് പേജ്, ബ്ലോഗ്, അതിനകത്തൊക്കെ ഡേറ്റ ഉണ്ടാവുമല്ലോ. എവ്രിതിങ് ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് ദിസ് വെബ് സ്പേസ്. സൈബർ സ്പേസും വെബ് സ്പേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. സൈബർ സ്പേസ് എന്ന് പറയുന്നത് എൻ്റയർ ഡിജിറ്റൽ വേൾഡ് which includes the computers and networks. വെബ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ഏരിയനെയാണ് നമ്മൾ വെബ് സ്പേസ് എന്ന് പറയുന്നത്. ദെൻ സൈബർ സ്പേസ് ഇൻക്ലൂഡ് ഇമെയിൽ, ആപ്ലിക്കേഷൻസ്, ആപ്സ്, സോഷ്യൽ മീഡിയ, ഡേറ്റാബേസ്, നെറ്റ്വർക്ക്, ഇതൊക്കെ സൈബർ സ്പേസിന്റെ അടിയിൽ വരും. വെബ് സ്പേസിന്റെ അടിയിൽ വരുന്നതാണ് വേൾഡ് വൈഡ് വെബ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ഡേറ്റേനെ സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണല്ലോ വെബ് സ്പേസ്. അപ്പൊ അത് വരുന്നത് ശരിക്കും വേൾഡ് വൈഡ് വെബിന്റെ അടിയിൽ വരുന്ന ഡേറ്റകൾ എന്തൊക്കെയാണോ ആ കണ്ടന്റ് ആണ് വെബ് സ്പേസിന്റെ അടിയിൽ പെടുത്തുന്നത്. സൈബർ സ്പേസ് ഈസ് എ ബ്രോഡർ കോൺസെപ്റ്റ്. ദെൻ വെബ് സ്പേസ് കംസ് അണ്ടർ ദിസ് cyberspace, and so it is a narrower concept. Then web hosting agreement. ഇവിടെ നമ്മൾ the timing, although web hosting contract differ and you must always pay careful attention to your specific terms, most agreements cover the basic rule. അതായത് വെബ് ഹോസ്റ്റിംഗ് അഗ്രിമെന്റിന് ടൈമിംഗ്, the length of the contract is important, the cost of the service given by the web hosting company is important, then the renewal is having importance because the fees may change, and so it needs to be renewed. Usually it is automatic, so we need to pay attention to those during this renewal time. Then we need to have a dispute resolution that applies to dispute under the contract, as well as that cost prevailing party may recover.
പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞത്, ദ അഷ്വറൻസ് ദാറ്റ് യു ഹാവ് ദ right to use the copyright and trademark associated with your site. Then termination, specific steps to take when you want to change the providers, and notifying your current provider within a certain time period to avoid the additional incurring fees. നമ്മൾ ഒരാളെ മാറ്റി വേറൊരാളെ ആക്കുന്ന ആ ടെർമിനേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Intellectual property is important, timing, the length of the contract is important, the cost is important, it should be renewed, and there should be no dispute which need to be resolved very soon. Then web development agreement should cover the design of the website. Then domain name is a factor there, and fees, expense, then the future development should be there. Adinte agreement, license, enhancement, confidential information of the owner, ownership of the owner, content, trademark, copyright notices, ഇതൊക്കെ വെബ് ഡെവലപ്മെന്റ് എഗ്രിമെന്റിന്റെ അടിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഡൊമൈൻ നെയിം എന്ന് പറയുന്നതാണ് അടുത്തത്. The domain name is the address of the website. നമ്മുടെ www.google.com. അത് if your website is a house, then the domain name will be its address. നമ്മുടെ വെബ്സൈറ്റ് ഒരു എക്സാമ്പിൾ, ഒരു അനലോഗി പറഞ്ഞിട്ട് നോക്കുള്ളൂ. ദ ഇന്റർനെറ്റ് ഇസ് ഇപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ഈ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിൽ പറയുന്നത് ഈ ഡൊമൈൻ നെയിം എന്നൊക്കെ പറഞ്ഞാലും കമ്പ്യൂട്ടറിൽ ഇതിനെല്ലാം ഈ നമ്പർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. വെബ്സൈറ്റിൽ നമ്മുടെ ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈവൻ നമ്മുടെ സിസ്റ്റം പോലും എന്തായാലാണ് അറിയപ്പെടുന്നത്, ഈ നമ്പറിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സിസ്റ്റം ത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളും, ആ അഡ്രസ്സിന്റെ ഒരു ഫോർമാറ്റ് ആണ് അവിടെ കൊടുത്തത്. അപ്പൊ നമ്മള് നമ്മുടെ IP അഡ്രസ്സ് നമുക്ക് നമ്പർ ആയിട്ടാണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു റിമെമ്പർ. അതുകൊണ്ടാണ് നമ്മൾ പേരുകളായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്, ആ പേരുകളെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൊമൈൻ നെയിംസ് ആർ ദെയർ. .org, .net, .tv, .info, .io, അതൊക്കെ എല്ലാത്തിനും ഓരോരോ ഇതാണ്. ഓർഗനൈസേഷൻ, ബിസ്, ക്ലബ്, .info, .agency, these are all domain names. Then country level domain names are there. UK, US, IN, അതൊക്കെ കൺട്രി ലെവലിലും നമുക്ക് ഡൊമൈൻ നെയിംസ് ഉണ്ട്. Then sponsored level domain names are there, like US state governmentന് .gov എന്ന് പറഞ്ഞ ഡൊമൈൻ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. MIL എന്ന് പറഞ്ഞാൽ മിലിറ്ററിക്ക് വേണ്ടി യൂസ് ചെയ്ത ഒരു ഡൊമൈൻ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. Then legal and technological significance of domain name. എന്താണ്? It is on a basic level, domain names are important because internet addressing scheme is not very effective without them. Domain names are more than just a technical shortcut. Short memorable domain name can make a difference between creating a successful വെബ് പ്രസൻസ് അല്ലെ. അതായത് നമ്മുടെ ആ പേരിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പേര് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഫേമസ് ആക്കാൻ ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഉദ്ദേശിക്കുന്ന ആ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ആഡ്സ് ക്രെഡിബിലിറ്റി ടു യുവർ സ്മോൾ ബിസിനസ്. ഇപ്പൊ നമ്മളത് ഓൺലൈനിൽ അപ്പം ദ ഡൊമൈൻ നെയിം ആഡ്സ് ക്രെഡിബിലിറ്റി ടു യുവർ സ്മോൾ ബിസിനസ്. അതൊക്കെ ജസ്റ്റ് ഇത് പറഞ്ഞു പോവാണ്. ഡൊമൈൻ നെയിം സേസ് യു ആർ ഫോർവേഡ് തിങ്കിങ്. അതായത് നമ്മളെല്ലാം ഇപ്പൊ നമ്മുടെ ബിസിനസ് എല്ലാം ഓൺലൈനിലാക്കുന്നതിനുള്ള ഇമ്പോർട്ടൻസ് ആണ്. ഇറ്റ് ആഡ്സ് മൊബിലിറ്റി ടു യുവർ, നമ്മുടെ ഇന്റർനെറ്റ് പ്രസൻസ് കാണിക്കാൻ വേണ്ടി നമുക്ക് വി നീഡ് ദിസ്. ദെൻ ദ റൈറ്റ് ഡൊമൈൻ നെയിം ക്യാൻ അട്രാക്ട് വാക്ക് ഇൻ ബിസിനസ്. ദെൻ ഇറ്റ് ബിൽഡ്സ് യുവർ ബ്രാൻഡ്. ഇതൊക്കെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഡൊമൈൻ നെയിംസ് നമ്മൾ ഇപ്പൊ സെലക്ട് ചെയ്യുന്നതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ചൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നാണ് പറയുന്നത്. Then internet act as a tool for global access. The internet has become unavoidable in our daily life. Then it makes our life easy. Then it helps us with facts and figures, information. Then there are many uses of the internet. Internet use ചെയ്യുന്ന എവിടെയൊക്കെയാന്ന് പറയണം. എഡ്യൂക്കേഷൻ, നമ്മുടെ ഡെയിലി ടാസ്ക്, ഇന്റർനെറ്റ് ഷോപ്പിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ബിസിനസ് പ്രൊമോഷൻ, communication, digital transaction,
മണി മാനേജ്മെന്റ്, ടൂർ ആൻഡ് ട്രാവൽ, അങ്ങനെ കുറേ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ എക്സാമ്പിളും യു ക്യാൻ യൂസ് ഇറ്റ് വേർ ദി ഇന്റർനെറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു മൊഡ്യൂൾ കൊണ്ടെത്തിച്ചു. അടുത്ത മൊഡ്യൂൾ ജസ്റ്റ് തുടങ്ങി വെക്കണോ ഒരു 2-3 സ്ലൈഡ്? എന്താണ് അഭിപ്രായം? എല്ലാരും പോയോ? ഇത് മതി മിസ്. അതെയാ, നമുക്കേ പരീക്ഷ എഴുതണ്ടേ? സെക്കൻഡ് മൊഡ്യൂളും ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇതെങ്ങനെ എത്ര ആണെങ്കിലും ഞാൻ പറയുന്ന ഞാനിത് വായിച്ചാൽ നിങ്ങൾ കേൾക്കുള്ളൂ. നിങ്ങൾ പഠിച്ച് ഇത് മഗപ്പ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പണി കേട്ടോ. അല്ലാതെ മനസ്സിലാക്കുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നില്ല. വലിയ പാടില്ലല്ലോ. എന്താണ് ഒരു മൊഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഉള്ള അഭിപ്രായം? സ്റ്റുഡൻസ്, മൈ ഡിയർ സ്റ്റുഡൻസ്, പറയൂ. പാടായിട്ട് തോന്നുന്നുണ്ടോ? അതല്ല, എനിക്ക് മനസ്സിലായത് ഇത് പഠിച്ചെടുക്ക നേരം കട്ടായി പോന്നു. സുജിൻ പറഞ്ഞോ. കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും. ടേംസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പരീക്ഷ എഴുതുമ്പോ ഉണ്ടല്ലോ, നമുക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ആക്റ്റുകളും നമ്മുടെ ഈ കുറച്ച് ടേംസും ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരുത്താൻ നോക്കണം. അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? അതാണ് എനിക്ക് ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ മൊഡ്യൂളുകളും. ഇങ്ങനെ കുറെ കത്തി. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. വെറുതെ ഇങ്ങനെ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എനിക്കും നിങ്ങൾക്കും ഈക്വലി പ്രയോജനം ഉണ്ടാവണമല്ലോ. ഓക്കെ അല്ലേ?